വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ സിദ്ധു എപ്പോഴാണ് ഉപ്പുമുളകിൽ തിരിച്ചു വരിക എന്നതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം സീസൺ 1 മുതൽ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു റീ എൻട്രിയാണ് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ. ഇത് സീസൺ 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് സീസൺ 2 ഒരു കഥാപാത്രം ഗൾഫിലാണ് എന്ന രീതിക്കായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സീസൺ 3 ആയി ഇത്ര എപ്പിസോഡായിട്ടും അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കുറേ എപ്പിസോഡുകൾ സിദ്ധു ഗൾഫിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പം നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് സിദ്ധു ഇപ്പോൾ തൽക്കാലം ഉപ്പുമുളകിൽ വരത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിൻ ഡേവിസ് തന്നെയാണ്. ഡെയിൻ ഡേവിസിൻ്റെ ഡേറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപ്പുമുളകിലോട്ട് സിദ്ധു എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഇത്രത്തോളം താമസിക്കുന്നത്. സീസൺ 2 ഒരു സമയത്ത് സിദ്ധുവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാ പ്ലാനും നടന്നാണ് സിദ്ധു എന്നൊരു കഥാപാത്രത്തിലോട്ട് വേറൊരു ആർട്ടിസ്റ്റിനെയാണ് ഇവർ ചൂസ് ചെയ്തത്. ഡെയിൻ ഡേവിസിനെ ആയിരുന്നില്ല. പിന്നീട് ജനങ്ങൾക്ക് ആ ഒരു സിദ്ധു എന്നൊരു കഥാപാത്രം രജിസ്റ്റർ ആയിട്ടുള്ളത് ഡെയിൻ ഡേവിസിന് തന്നെയാണ്. അതുകൊണ്ട് ഡെയിൻ ഡേവിസ് ആയിട്ട് മാത്രം വന്നാൽ മതി എന്ന രീതിക്ക് ചാനൽ ഡിസിഷൻ എടുക്കുകയായിരുന്നു. അതുകൊണ്ട് സിദ്ധു എന്നൊരു കഥാപാത്രത്തിലോട്ട് ഡെയിൻ ഡേവിസ് തന്നെയായിരിക്കും വരിക. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുമോ എന്ന് വെച്ചാൽ ഡൗട്ടുള്ളൊരു കാര്യമാണ്. റീസെൻ്റായിട്ട് ഒരു എപ്പിസോഡിൽ സിദ്ധു ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു ഷെഡ്യൂൾ എന്തായാലും സിദ്ധു ജോയിൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന എപ്പിസോഡുകളിലൊന്നും സിദ്ധു ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഇപ്പോൾ മുളകും ഈ ഒരു സാഹചര്യത്തിൽ അധികം ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ പ്രാധാന്യമുള്ളത്. ഇപ്പോഴൊക്കെയാണ് സിദ്ധു എന്നൊരു കഥാപാത്രത്തെ ശരിക്കും അവർ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല സിദ്ധു എന്നൊരു കഥാപാത്രത്തിലോട്ട് ഡെയിൻ ഡേവിസ് തന്നെയാണോ വേണ്ടത് അതോ പുതിയ വല്ല ആർട്ടിസ്റ്റുമാണോ വേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.